മഹാഭാരതത്തിൽ ആരാണ് ഏറ്റവും ശക്തൻ? ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അധ്യാപകരിൽ ഒരാളായിരുന്നു ദ്രോണാചാര്യർ. അമ്പെയ്ത്തിന്റെ ശാസ്ത്രമായ ധനുർവേദം, ബ്രഹ്മാസ്ത്രം, ബ്രഹ്മശീർഷം തുടങ്ങിയ ശക്തമായ അസ്ത്രങ്ങൾ എങ്ങനെ പ്രയോഗിക്കാമെന്നും നിയന്ത്രിക്കാമെന്നും പിൻവലിക്കാമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പരശുരാമൻ തന്നെയായിരുന്നു അദ്ദേഹത്തെ പരിശീലിപ്പിച്ചിരുന്നത്. യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അറിവ് അതുല്യമായിരുന്നു. എന്നാൽ അർജുനനായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശിഷ്യൻ. ഒരു പ്രധാന സത്യം ഇതാണ്: ദ്രോണന് ദേവന്മാരിൽ നിന്ന് നേരിട്ട് സ്വർഗീയ ആയുധങ്ങൾ ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ശക്തി, അറിവ്, അച്ചടക്കം, വർഷങ്ങളുടെ തീവ്ര പരിശീലനം എന്നിവയിൽ നിന്നാണ് ഉണ്ടായത്. മറുവശത്ത് അർജുനൻ പരിശീലനത്തിനപ്പുറം പോയി. തപസ്സിയിലൂടെയും ദിവ്യഭക്തിയിലൂടെയും അർജുനൻ ദേവന്മാരെ തന്നെ പ്രീതിപ്പെടുത്തി. ശിവനിൽ നിന്നും പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ കഴിവുള്ള പാശുപതാസ്ത്രം അദ്ദേഹത്തിന് ലഭിച്ചു. പിതാവായ ഇന്ദ്രനിൽ നിന്നും വജ്രത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വർഗീയ അസ്ത്രങ്ങൾ നേടി. വരുണൻ, അഗ്നി, യമൻ എന്നിവരിൽ നിന്നും അർജുനൻ മിക്ക യോദ്ധാക്കൾക്കും അജ്ഞാതമായ ശക്തമായ ദിവ്യായുധങ്ങൾ ലഭിച്ചു. അതുകൊണ്ടാണ് ദ്രോണാചാര്യർ പോലും സമ്മതിച്ചത്: അർജുനൻ തന്റെ എല്ലാ വിദ്യാർത്ഥികളെയും മറികടന്നിരിക്കുന്നു. അർജുനനാണോ ദ്രോണാചാര്യരാണോ മികച്ചത്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.